wish you all a happy Easter. Easter ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഈസ്റ്റർ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നോക്കാം. ആദ്യം നമ്മുടെ ടെസ്റ്റിമോണിയൽസ് നോക്കാം. സബീന ട്രൈ ചെയ്തിരിക്കുന്നു നമ്മുടെ മട്ടൻ കറി ഉരുളക്കിഴങ്ങും ചേർത്ത് ആ റെസിപ്പി. ഇഷ്ടപ്പെട്ടെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഫോട്ടോ അയച്ചതിലും താങ്ക്സ്. റെസിപ്പി ട്രൈ ചെയ്താൽ മറക്കാതെ ഫോട്ടോ അയക്കണം. ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. അങ്ങനെ ഈസ്റ്ററായി. ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വൺസ് അഗൈൻ ഹാപ്പി ഈസ്റ്റർ. ഇന്ന് നമ്മൾ ഈസ്റ്ററിന് പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും അപ്പം അല്ലെങ്കിൽ റൈസ് വിഭവങ്ങളിനായിട്ട് ഒരുപാട് നന്നായി ചേരുന്ന ഒരു കറിയാണ് ഈസ്റ്ററിന് പറ്റിയ ഒരു കറി. അപ്പം നമുക്ക് നോക്കാം. പിന്നെ നല്ല സിമ്പിളുമാണ് കേട്ടോ. ഈസ്റ്ററായിട്ട് നിങ്ങളുടെ ഫാമിലിനായിട്ട് സമയം ചിലവഴിക്കാൻ നോക്കാം. കിച്ചണിൽ മിനിമം ടൈമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് എടുത്ത് ഒരു ചെറിയ ബൗളിലിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ തിളച്ച വെള്ളം ഒഴിച്ച് അതൊന്ന് സോഫ്റ്റ് ആവാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് എടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി 3 ഗ്രാമ്പു, 3 ഏലക്ക, തക്കോലത്തിൻ്റെ ഒരു ചെറുഭാഗം, കാൽ ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് അരച്ച് ഒരു പൗഡറാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് മീഡിയം സൈസ്ഡായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ലോണം വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ച ആ മസാലക്കൂട്ട് ചേർക്കാം. അതിനോടൊപ്പം 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് വേണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര് വേണം, പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നന്നായി ചിക്കനിലേക്ക് തിരുമ്മി നമുക്ക് ഇത് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് 4 മീഡിയം സൈസ്ഡ് സവാള അരിഞ്ഞത്, 2 ഒരുവിധം വലിയ ടൊമാറ്റോസ് ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ പച്ചമുളക് സ്ലൈസ് ചെയ്തത്. ഞാൻ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ് കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കറിവേപ്പില. ഇപ്പം നമ്മുടെ കാഷ്യൂ നട്ട്സ് സോക്ക് ചെയ്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് അരച്ച് പേസ്റ്റ് ആക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒന്ന് പേസ്റ്റായി സ്മൂത്തായി കിട്ടിയാൽ മതി. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു പ്രഷർ കുക്കറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ടൊമാറ്റോയും ഒരുമിച്ച് തന്നെ ഈ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ പോവുകയാണ്.
പ്രഷർ കുക്കറിൻ്റെ മൂടിയിട്ട് അതിൻ്റെ വെയിറ്റും വെച്ചിട്ട് നമുക്കൊരു 3 സ്റ്റീം വിസിൽ കേൾക്കണം. ഇതുപോലെ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ ആ ഫ്ലേവറും ഒന്നും ഡിഫറെൻ്റ് ആണ് നമ്മൾ വഴറ്റിയെടുക്കുന്നേക്കാളും. ഈ കറിക്ക് വേണ്ടി ഇതാണ് നല്ലത്. അപ്പോൾ അത് കുക്കാവുന്ന സമയത്ത് നമുക്ക് വേറെ അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറായ ചിക്കൻ മുഴുവൻ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പെട്ടെന്ന് ആ ചൂടുള്ള എണ്ണയിൽ ടോസ് ചെയ്തെടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്യാനല്ല ശ്രമിക്കുന്നത്, നമുക്കൊന്ന് സ്റ്റീം ചെയ്താൽ മതി. പാൻ ഒന്ന് നന്നായി ഷേക്ക് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് 2 മിനിറ്റ് നമുക്കിതിൽ സ്റ്റീം കയറ്റണം, ഒന്ന് ആവി കയറ്റണം. അതിനു മുമ്പ് കുറച്ച് മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും പച്ചമുളകും മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു 3 പൊട്ടാറ്റോസ് എടുത്തിട്ട് ഞാൻ നന്നാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് സ്റ്റീം ആയിട്ടുണ്ട്. ആ പാനിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴേക്കും നമ്മുടെ പ്രഷർ കുക്കർ തുറക്കാൻ ചൂടാറിയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ആ സവാളയും ടൊമാറ്റോസിൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് വറ്റി കിട്ടണം. ഒന്ന് ഇളക്കി കൊടുത്ത് അതൊരു തിക്ക് സോസ് പോലെ ആവണ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് തിക്കായിട്ടുണ്ട്, ഒരു സോസ് പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതിനേക്കാളും കൂടുതൽ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതൊന്നും നല്ല മണം വരണ വരെയും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മളുടെ ആ ഫ്രൈങ് പാനിൽ നിന്ന് സ്റ്റീം കയറ്റിയ ചിക്കൻ്റെ കഷ്ണങ്ങൾ മാത്രം കോരി ഈ കുക്കറിലേക്ക് ഇടാം. ആ ബാക്കി വരുന്ന ആ ഗ്രേവി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സവാളയും ടൊമാറ്റോ മിക്സ്ചറിൽ ഈ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് കോട്ടിങ് കിട്ടണ വരെ. ഇതിലേക്ക് നമ്മൾ അരച്ച് സ്മൂത്തായിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച ആ പാനിലത്തെ ഗ്രേവിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്യണ ബൗൾ അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമ്മുടെ കാഷ്യൂനട്ട് പേസ്റ്റ് നന്നായി മിക്സ് ആവണ വരെ. അതിലേക്ക് ഇനി 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് പാകത്തിന് ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ പൊട്ടാറ്റോസും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കണ വരെ തുറന്നു വയ്ക്കാം. അതിനുശേഷം മൂടി ഒരു മീഡിയം തീയിൽ നമുക്ക് 3 സ്റ്റീമും കൂടി കേൾക്കണം. ഈ സമയത്ത് നമുക്ക് ശകലം എണ്ണ ഒഴിച്ച് ചെറിയ പാനിൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അതിൽ കുറവ് മതി ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലയും ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. 3 സ്റ്റീം കഴിഞ്ഞ് ഞാൻ ചൂടാറിയതിന് ശേഷമാണ് കുക്കർ തുറന്നത്. അപ്പോൾ ഈ ഉലുവ കറിവേപ്പിലൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. കുറച്ച് നേരം മൂടി വെക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സെർവ് ചെയ്യാം. നല്ല അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഈസി കറി. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണം. പിന്നെ ഈസ്റ്റർ ആയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് സെർവ് ചെയ്യാൻ വല്ല ഒക്കേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ബ്ലോഗിലൊരു റെസിപ്പി ഉണ്ട്, ഡെവിൾഡ് ഈസ്റ്റർ എഗ്സിൻ്റെ റെസിപ്പി. നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഡെവിൾഡ് എഗ്സ് നമുക്ക് പാർട്ടിയോ എന്തെങ്കിലും സ്പെഷ്യൽ ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് തന്നെ സ്പെഷ്യൽ ഒരു ട്രീറ്റ് ഈസ്റ്ററിന് വേണ്ടി കൊടുക്കണമെങ്കിൽ ഇതുണ്ടാക്കി വയ്ക്കാം. നല്ല എളുപ്പമാണ്. റെസിപ്പിയുടെ ലിങ്ക് ഞാൻ
താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.